ഇന്ന് കുറച്ച് ആനവിശേഷങ്ങളായാലോ. തൃശ്ശൂരിൽ നിന്ന് 30 കിലോമീറ്റർ അകലെ ഗുരുവായൂർ ക്ഷേത്രത്തിന് വകയായി പുന്നത്തൂർ കോട്ട എന്നൊരു പുരയിടമുണ്ട്. അവിടേക്കാണ് ഞാൻ നിങ്ങളെ ഇന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഇവിടുത്തെ ആനകളെ അടുത്ത് കാണാനും അറിയാനും അവയുടെ സ്വഭാവവിശേഷങ്ങളെ പറ്റി പഠിക്കാനും ഒക്കെ ഒരുപാട് പേര് ഇങ്ങോട്ട് വരുന്നുണ്ട്. ഒരാൾക്ക് 20 രൂപയാണ് ഫീസ്, കുട്ടികൾക്കാണെങ്കിൽ 10 രൂപയും. വിസിറ്റിംഗ് ടൈം രാവിലെ 8 മുതൽ വൈകുന്നേരം 6 മണി വരെയാണ്. 1975 പുന്നത്തൂർ കോവിലകം അവകാശികൾ ഈ കാണുന്ന കൊട്ടാരം ഉൾപ്പെടെ 10 ഏക്കർ സ്ഥലം ഗുരുവായൂർ ക്ഷേത്രത്തിന് വിൽക്കുകയായിരുന്നു. ഇത് പുന്നത്തൂർ കോട്ടയാണ്. ഗുരുവായൂർ ദേവസ്ഥത്തിന്റെ ആനകളെ സൂക്ഷിക്കുന്ന സ്ഥലമാണ്. ഇതായി ശരിക്കും പറഞ്ഞാൽ പുന്നത്തൂർ കോവിലകം എന്ന് പറയുന്നത്. ഇതെല്ലാം അവർ ദേവസ്ഥന് കൊടുത്തു. ഇപ്പോൾ അത് ആനകളെ സംരക്ഷിക്കുന്ന സ്ഥലമാണ്. ഇപ്പോൾ ഞാൻ ഇവിടെ ഒരാളെ കണ്ടു, 57 വർഷം ഇവിടെ ക്ഷേത്രത്തിലെ പൂജയും അതുപോലെ തന്നെ ഈ കോവിലകത്തിന്റെ ആളും ഒക്കെ ആയിരുന്നു സുബ്രഹ്മണ്യൻ തിരുമേനി. അതെ, അപ്പൊ അദ്ദേഹം പറയുന്ന 57 വർഷത്തെ അദ്ദേഹത്തിന്റെ അനുഭവമുണ്ട്. അതൊക്കെ അദ്ദേഹം നമ്മളോട് പറയും. അതുപോലെ തന്നെ ഈ സ്ഥലത്താണ് ഗുരുവായൂർ കേശവൻ അതേപോലെ തന്നെ വടക്കൻ വീരഗാഥയൊക്കെ ഷൂട്ട് ചെയ്തത് ഇവിടെയാണ്. ഇതിനകത്തും ഈ പരിസരമൊക്കെയാണ്. മുമ്പ് ഞാൻ ഒരിക്കലും വന്നിട്ടുണ്ട് ഇവിടെ ഈ ആനക്കോട്ട എടുക്കാൻ വേണ്ടിയിട്ട്. അന്നേരം അതിന്റെ ഷൂട്ടിംഗ് നടക്കുകയായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ആ സെറ്റൊന്നും എടുക്കരുത് നിങ്ങൾ എന്ന് പറഞ്ഞു. അന്നൊന്നും എടുത്തില്ല. നമ്മളന്ന് വളരെ മനോഹരമായി കാണിച്ച ഒരു പ്രോഗ്രാമാണ്. ഇപ്പോൾ ഞാൻ വീണ്ടും നമ്മുടെ വ്ളോഗ് ലോകത്തിന് വേണ്ടി വന്നിരിക്കുകയാണ്. അന്ന് ഞാനിവിടെ വന്നപ്പോൾ ഗുരുവായൂർ പത്മനാഭനൊപ്പം പടമെടുത്ത കാര്യം ഓർമ്മ വരുന്നു. ഗുരുവായൂർ കേശവന്റെ പിൻഗാമി എന്ന പ്രശസ്തനായിരുന്നു ഗുരുവായൂർ പത്മനാഭൻ. 2020 ഫെബ്രുവരിയിൽ ചെരിഞ്ഞ പത്മനാഭന്റെ പ്രതിമ ഗുരുവായൂരെ ശ്രീവത്സം ഗസ്റ്റ് ഹൗസിന് മുന്നിൽ കാണാം. 66 വർഷം ഗുരുവായൂരപ്പന്റെ തിടമ്പേറ്റിയ ആനയാണ് ഗജരത്നം പത്മനാഭൻ. പത്മനാഭനെ കുറിച്ച് പറയുമ്പോൾ ഗജരാജൻ ഗുരുവായൂർ കേശവനെ ഓർക്കാതിരിക്കുന്നത് എങ്ങനെ? മലയാളത്തിൽ ഒരു സിനിമയില്ലേ കേശവനെ പറ്റി? ഏറെക്കാലം ഗുരുവായൂരപ്പനെ സ്നേഹിച്ച കേശവൻ 1976 ഗുരുവായൂർ ഏകാദശി നാളിലാണ് ചേരുന്നത്. സൽഗുണ സമ്പന്നനായിരുന്ന കേശവന്റെ പ്രതിമയും ഗസ്റ്റ് ഹൗസ് മുറ്റത്തുണ്ട്. എല്ലാ വർഷവും ഗുരുവായൂർ ഏകാദശിക്ക് തൊട്ടുമുമ്പിലുള്ള ദശമി നാളിൽ പുന്നത്തൂർ കോട്ടയിലെ ആനകൾ എല്ലാവരും ചേർന്ന് ഗുരുവായൂർ കേശവന് ആദരമർപ്പിക്കുന്ന ചടങ്ങ് മുടങ്ങാതെ നടന്നു വരുന്നുണ്ട്. ഇനി നമുക്ക് വീണ്ടും പുന്നത്തൂർ കോട്ടയിലേക്ക് വരാം. ആനകളുടെ സ്വഭാവം അടുത്ത നിമിഷം എന്തെന്ന് ആർക്കും പറയാനാവില്ല. അതുകൊണ്ട് പാപ്പാന്മാരല്ലാത്തവർ അവയുടെ അടുത്തേക്ക് പോകരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ ഇന്ദ്രസൻ, നന്ദൻ, രാജശേഖരൻ, ദാമോദർ ദാസ്, ജൂനിയർ വിഷ്ണു, ഗോപികണ്ണൻ, ദേവദാസ്, രവികൃഷ്ണൻ, ദേവി, ലക്ഷ്മി, നന്ദിനി തുടങ്ങി 39 ആനകളുണ്ട്. ഞാനിപ്പോൾ ഇവിടുത്തെ എല്ലാ ആനകളുടെയും ഗുണഗണങ്ങൾ വർണ്ണിക്കുവാൻ ശ്രമിക്കുന്നില്ല. പകരം ആനകളുടെ സ്വഭാവ രീതികളെപ്പറ്റി, ആയുസിനെപ്പറ്റി, ലക്ഷണങ്ങളെപ്പറ്റി, മതത്തെപ്പറ്റിയൊക്കെ വിലപ്പെട്ട ചില അറിവുകൾ പകർന്നു തരാം. ഗജശാസ്ത്രം അനുസരിച്ച് ആനകളുടെ കൂടിയ ആയുസ് 120 വർഷമാണെങ്കിലും പൊതുവെ 50 മുതൽ 80 കൊല്ലം വരെ ജീവിച്ചിരിക്കുന്നതായാണ് കാണുന്നത്. മർമ്മങ്ങളാണെങ്കിൽ കാലുകളിൽ 44, അടിവയറ്റിൽ 3, മാറത്ത് 9, പിന്നിൽ 14, കഴുത്തിൽ 12, തലയിൽ 25 എന്നിങ്ങനെ 107 എന്നാണ് പാലകാപ്യം പറയുന്നത്. ഇത്രയും നാട്ടാനകളെ ഒരുമിച്ച് കാണുവാൻ കഴിയുന്നത് ഇവിടെ മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. എതിരെ ഒരാന കടന്നുപോയാൽ നാം നമ്മെ മറന്ന് അതിനെ തന്നെ നോക്കി നിൽക്കാറില്ലേ? ഇത്രയും കൗതുകം പകരുന്ന ഒരു ജീവി ഭൂമുഖത്ത് വേറെ ഉണ്ടെന്ന് തോന്നുന്നില്ല. അംഗപ്രത്യംഗങ്ങൾ പരിശോധിച്ചാൽ ഒരു ചന്തവുമില്ല അവയ്ക്കൊന്നിനും. മുറം പോലെയുള്ള ചെവികൾ, തൂണ് പോലെയുള്ള കാലുകൾ, ചട്ടി കമഴ്ത്തിയതുപോലുള്ള മസ്തകം, വളഞ്ഞ കൊമ്പുകൾ, നീണ്ട പരിപരുത്ത തുമ്പിക്കൈ, പിന്നെ നീളമുള്ള ഒരു വാലും. എന്നാൽ നടന്നു വരുന്ന ഒരാനയെ ദൂരെ നിന്നേ കണ്ടാൽ അതിനോട് നമ്മുടെ മനസ്സിലൊരു ഇമ്പം തോന്നാറില്ലേ? അതാണ് ആനച്ചന്തം. ഈ ആന നടത്തത്തെ, അവയുടെ ഉയർന്ന മസ്തകത്തെ സ്ത്രീകളുടെ സൗന്ദര്യത്തോട് ഉപമിച്ചിട്ടുണ്ട് നിറയെ കവികളും കാഥികരും. ആനകളുടെ മനുഷ്യരോടുള്ള സ്നേഹത്തിൻ്റെയും പകയുടെയും ഓർമ്മയുടെയും ബുദ്ധിശക്തിയുടെയും കഥകൾ ഒരുപാട് വായിച്ചിട്ടുണ്ട് നാം കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാല എന്ന പുസ്തകത്തിൽ. രസകരമായി വായിച്ചു പോകാവുന്നതാണ് ഇതിലെ ആനക്കഥകളെല്ലാം തന്നെ. ലോകത്തിൽ വെച്ച് ഏറ്റവും ചന്തമുള്ളവ ഭാരതത്തിലെ ആനകളാണ്. നല്ല തലയെടുപ്പ്, എടുത്തു നിൽക്കുന്ന മഞ്ഞ നിറം ചേർന്ന വെളുത്ത കൊമ്പുകൾ, നീണ്ട് നിലത്തുമുട്ടുന്ന തുമ്പിക്കൈ, ഉയർന്ന തലക്കുന്നി, വിരിഞ്ഞ മസ്തകം, മസ്തകത്തിലെ പുള്ളികൾ, 18-20 വീതം നഖങ്ങളോടുകൂടിയ നടയും അമരവും, ചിഹ്നം പിടിക്കുമ്പോൾ ഇടിനാദം പോലെ തോന്നും, ചെവിയാട്ടുമ്പോൾ തപ്പ് കിട്ടുന്ന ശബ്ദം കേൾക്കും. ഇതൊക്കെ കരിവീരന്മാർക്ക് വേണ്ട ലക്ഷണങ്ങളാണ്. ഇതുകൂടാതെ വായിൽ കൂടി കൊമ്പ്, വൃഷ്ണം പുറത്തില്ലാതെ ലിംഗം, കൈയുടെ അറ്റത്ത് മൂക്ക്,
വിയർപ്പ് ഉള്ളിൽ നിന്നും വായിൽ കൂടി പുറത്തു കളയുക തുടങ്ങി വിചിത്രമായ ചില സവിശേഷതകൾ കൂടി ആനകൾക്കുണ്ട്. ആനകളിൽ ആണും പെണ്ണുമല്ലാത്ത ഒരിനമുണ്ട്. അതാണ് മോഴ. കൊമ്പില്ലാത്ത ആണാനയാണ് മോഴ. ആനപിടുത്തം ഇന്ത്യയിൽ നിരോധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കൂട്ടം തെറ്റിപ്പോകുന്നതോ കുഴിയിൽ വീണുപോകുന്നതോ മലവെള്ളപ്പാച്ചിലിൽ ഒഴുകിയെത്തുന്നതോ ആയ കുട്ടിയാനകളെ മാത്രമേ നാം നാട്ടാനകളാക്കി മാറ്റി വളർത്തുന്നുള്ളൂ. കഴിവുള്ളിടത്തോളം അവയെ രക്ഷപ്പെടുത്തി കാട്ടിലേക്ക് തിരിച്ചുവിടുകയാണ് പതിവ്. അതുകൊണ്ടാവാം ഇപ്പോൾ വന്ന് നാട്ടിലെ പല ഉത്സവങ്ങൾക്കും എഴുന്നള്ളിപ്പിന് ലക്ഷണമൊത്ത ആനകളെ കിട്ടാനില്ല. ആനക്കോട്ടയിലെ ഈ വലിയ ആനക്കൂട് കണ്ടുവോ? ഒരു കാലത്ത് ഇവിടെ എത്തുന്ന ആനകളെ ചട്ടം പഠിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്ന ആനക്കൂടാണിത്. കോന്നി, കോടനാട് തുടങ്ങിയ ആന പരിശീലന കേന്ദ്രത്തിൽ കാണുന്ന തരത്തിലുള്ളതായിരുന്നു ഈ ആനക്കൂട്. ഇപ്പോൾ ഇത് ഉപയോഗിക്കുന്നില്ല. കാരണം ഗുരുവായൂർ ക്ഷേത്രത്തിൽ ആനയെ പ്രതീകാത്മകമായി നടക്കിരുത്തുന്ന ചടങ്ങേ ഉള്ളൂ. ആനകളെ കിട്ടാനില്ല എന്നത് തന്നെ കാരണം. അതുകൊണ്ട് നടക്കി വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ആനയ്ക്ക് ഇത്ര തുക എന്ന് കണക്കാക്കി ദേവസ്വത്തിൽ ഷീട്ടാക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ആനകൾക്ക് വലിയ സ്ഥാനമാണ് നൽകിയിട്ടുള്ളത്. കാടിറങ്ങിയ ആനകൾ ആളുകളെ കൊല്ലുന്നു, കൃഷി നശിപ്പിക്കുന്നു, എഴുന്നള്ളിപ്പിനിടെ ആനകൾ ഇടയുന്നു, പാപ്പാന്മാരെ കൊല്ലുന്നു. എന്നിട്ടും നമ്മുടെ ആനക്കമ്പം വർദ്ധിച്ചു വരുന്നതേയുള്ളൂ എന്നത് അത്ഭുതം തന്നെ. നമുക്കറിയാം, നമ്മുടെ ദേവാലയങ്ങളിലെ ഉത്സവങ്ങൾക്കും സ്വീകരണങ്ങൾക്കുമെല്ലാം ആനകൾ കൂടിയേ തീരും. അത് പ്രൗഢിയുടെയും പെരുമയുടെയും ആർഭാടത്തിൻ്റെയും പ്രതീകമാണ്. നെറ്റിപ്പട്ടം കെട്ടി ആലവട്ടവും വെഞ്ചാമരവും ചൂടി ചെവിയാട്ടി തലയെടുത്തു നിൽക്കുന്ന ഗജരാജന്മാരും ഗജറാണിമാരും ആഘോഷങ്ങൾക്ക് കൊഴുപ്പ് കൂട്ടുന്നു. പൂരങ്ങളുടെ പൂരമായ തൃശ്ശൂർ പൂരം തന്നെ ആനകളുടെ ഒരു ഉത്സവമാണല്ലോ. ഉത്സവങ്ങൾക്ക് എഴുന്നള്ളിക്കുന്ന വേളയിൽ ആനകൾ പിണങ്ങി ഓടാതിരിക്കുവാൻ ഇടച്ചങ്ങല, മുട്ടുചങ്ങല, മെയ്ച്ചങ്ങല തുടങ്ങിയ ചില ചങ്ങല ബന്ധനങ്ങളുണ്ട്. കൂടാതെ പാപ്പാന്മാരുടെ കയ്യിൽ വജ്രം, ചന്ദ്രക്കല, നഖത്തല, കൈതമുള്ളൻ, ആനക്കോൽ, തോട്ടി, വടി തുടങ്ങിയ ആയുധങ്ങളും ഉണ്ടാകും. പക്ഷെ അകാരണമായി ആനകളെ ഉപദ്രവിക്കുവാൻ പാടില്ല എന്ന നിയമമുണ്ട്. വാക്ക് ഒരടിയായിരിക്കണം, അടി ഒരു വെടിയായിരിക്കണം എന്നതാണ് ആനകളോടുള്ള പാപ്പാന്മാരുടെ ശരിയായ നയസമീപനം. ആനകളുടെ സ്വഭാവത്തിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ തിരിച്ചറിയുവാൻ പാപ്പാന്മാർക്ക് കഴിയണം, പ്രത്യേകിച്ച് മതാരംഭത്തിൽ. ഇവിടെ ഈ ആനയ്ക്ക് മതമുള്ളതിനാൽ പൊതുജനങ്ങളിൽ നിന്ന് അകറ്റി കെട്ടിനിർത്തിയിരിക്കുകയാണ്. കാരണം അത് മതപ്പാടിലാണ്. സ്വബോധം നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് മതം. ആ സമയങ്ങളിൽ ആന എപ്പോഴും അക്രമാസക്തനായിരിക്കും. അതുകൊണ്ട് മതലക്ഷണങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കി ആനയെ തളയ്ക്കേണ്ടത് അത്യാവശ്യമാണ്. അതോടൊപ്പം ശരിയായ ചികിത്സ നൽകേണ്ടതും ആവശ്യമാണ്. മതം എന്ന് പറയുന്നത് കൊമ്പനാനകളിൽ കണ്ടുവരുന്ന ഒരു ശാരീരിക പ്രക്രിയയാണ്. ഈ സമയത്ത് ഇരുചെവികൾക്ക് താഴെയുള്ള കന്നഗ്രന്ഥികളിൽ നിന്നും തവിട്ട് നിറത്തിലുള്ള ദ്രാവകം ഒഴുകിക്കൊണ്ടിരിക്കും. മാത്രമല്ല, അനുസരണക്കുറവ്, ഓർമ്മിച്ചു നിൽക്കുക, നിഴൽ കണ്ടാൽ ഭയപ്പെടുക, ഉന്മാദ ചേഷ്ടകൾ കാണിക്കുക, വർദ്ധിച്ച ലൈംഗികാസക്തി പ്രകടമാക്കുക തുടങ്ങിയ ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുകയും ചെയ്യും. ഇത് മുൻകൂട്ടി കണ്ട് ആനയെ ബന്ദോബസ്ത് ചെയ്താൽ അപകടങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും. മതകാലം 15 ദിവസം മുതൽ 3 മാസം വരെ നീണ്ടു നിൽക്കും. ഈ സമയത്ത് അവയെ ഒരിടത്ത് കെട്ടിയിട്ട് തീറ്റയും വെള്ളവും മരുന്നും നൽകി പരിചരിക്കുകയാണ് പതിവ്. ആനകളെപ്പറ്റി ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുവല്ലേ, കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ആനകളെക്കുറിച്ച് 5 എപ്പിസോഡുള്ള ഗജപുരാണം എന്ന ഡോക്യുമെൻ്ററി സംവിധാനം ചെയ്തിരുന്നു. അങ്ങനെ കിട്ടിയ ചില വിവരങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവച്ചത്. ഒരു 10-500 മേലെ പഴക്കമുള്ള ഒരു സ്ഥലമാണിത്. പഴയവിടുത്തെ നാട്ടുരാജാവ് കുന്നത്ത് പറയുന്ന കോട്ട അവരുടെ സ്ഥലമാണ്. അവർ 1975 ഈ സ്ഥലം 10 ഏക്കർ സ്ഥലം, ഈ ബിൽഡിങ്, 3 ക്ഷേത്രം എല്ലാം കൂടി ഗുരുവായൂർ ദേവസ്വത്തിലേക്ക് കൊടുത്തു. അന്നിവിടെ റിസീവർ ഭരണമായിരുന്നു. അങ്ങനെ റിസീവർ വെച്ചു. പിന്നെ അതോടുകൂടി 75 മുറിക്കൂടെ ആനക്കോട്ടയായി. അങ്ങനെ അന്ന് 10-25 ആനയുണ്ടായിരുന്നു. പിന്നെ 64, ഇപ്പോൾ ഏതായാലും 38 ആനയോളം ആയി. അങ്ങനെ 38 എന്നാ തോന്നുന്നു. അത്രയും ആനകൾ സുഖമായിട്ട് ജീവിക്കുന്ന ഒരു സ്ഥലം. ഞാൻ ഈ 1966 മുതലൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. ഈ ഭരണത്തിനൊക്കെ ഞാൻ സാക്ഷികളാണ്. അങ്ങനെ ഞാനിപ്പോൾ അടുത്ത കാലത്ത് ഒരു 2 മാസം മുമ്പ് പുന്നത്തൂർ കോട്ട പുതുക്കിപ്പണിയാൻ ഒഴിച്ചു പണിയാൻ തീരുമാനമായി. ആ അടിസ്ഥാനത്തിൽ ഞാൻ പുന്നത്തൂർ കോട്ട താമസക്കാരനായ എന്നെ ഗുരുവായൂർ ദിവസം ഒരു ഫ്ലാറ്റ് തന്നെ ഇവിടെ അടുത്ത് താമസം ഏർപ്പാടാക്കി. അത് പ്രകാരം ഞാൻ അവിടെ താമസിച്ചു. ഇവിടേക്ക് അവിടെ വന്നു പോയിക്കൊണ്ടേയിരിക്കുന്നു. ഇനി ഞാൻ തൃശ്ശൂർക്ക് പോവുകയാണ്. പൂരം കാണണം. ഇനിയുള്ള വിശേഷങ്ങൾ അവിടെ ചെന്നിട്ട്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ
സബ്സ്ക്രൈബ് ചെയ്യുവാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുവാനും മറക്കരുതേ. വ്ളോഗ് ലോകം നമ്മുടെ യൂട്യൂബ് ചാനലാണ്.